ഇറാൻ അറ്റാക്കിൻ്റെ പ്രധാന കാരണവും ഫലസ്തീൻ തന്നെയാണ്. ഫലസ്തീൻ ആയിരുന്നു മുമ്പും, ഫലസ്തീൻ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലങ്ങളിലും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാകുന്നത് പോലും അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഫലസ്തീൻ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ ഫലസ്തീനിലും ലബനാനിലും സിറിയയുടെ ഭാഗങ്ങളിലും അറ്റാക്ക് നടത്തുമ്പോഴെല്ലാം ഇറാൻ ആ പ്രദേശങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിന് പ്രധാന സഹായിയായി വരുന്നത് ഇറാൻ തന്നെയാണ്. അതുപോലെ തന്നെ സിറിയയിൽ ഒരു തരത്തിൽ ആൻറ്റി സയനിസ്റ്റ് ആയിരുന്നു ബഷാർ അൽ അസദ്. പലതരത്തിലുള്ള പ്രാദേശികമായ നീക്കുപോക്കുകൾ ബഷാർ അൽ അസദുമായി ഈ സയനിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും ആൻറ്റി സയോണിസ്റ്റ് ലോബിയിലെ പ്രധാനിയായിരുന്നു ബഷാർ അൽ അസദ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആ ഒരു മേഖലയിൽ ഇസ്രായേൽ വിരുദ്ധ കക്ഷിയുടെ ഭാഗമായി സിറിയയെ സഹായിക്കും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഫലസ്തീനിലെ പ്രധാനപ്പെട്ട പോരാളി സംഘടനകളായ ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് എന്നിവരുടെ ഒരു തരത്തിലുള്ള ആത്മീയ, ഒരു രാഷ്ട്രീയ, പ്രാദേശിക, സാമ്പത്തികമായ പലവിധ മേഖലകളിൽ ഒരു സഹായിയായി ഇറാൻ നിലനിന്നതും നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് ഏകദേശം 900 മുതൽ ഇന്ന് വരെ പതിറ്റാണ്ടുകളായി ബെഞ്ചമിൻ നെതന്യാഹു അയാൾക്ക് കിട്ടുന്ന ഓരോ പബ്ലിക് വേദികളിലും ഇറാൻ ആയുധമുണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് നമുക്ക് കാണാം. അതായത് 1900-ങ്ങളിൽ അദ്ദേഹം നടത്തുന്നു, 2000-ൽ നടത്തുന്നു, 2010-ലും ഓരോ 2-3 വർഷത്തിനിടയിലും അടുത്ത ആഴ്ച തന്നെ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നു. അതിന് കാരണം ഏക ന്യൂക്ലിയർ ബോംബ് ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളോടൊപ്പം ശക്തമായ മറ്റൊരു രാഷ്ട്രം, അത് മുസ്ലിം പ്രദേശത്തു നിന്നൊരു രാഷ്ട്രം ഉണ്ടാവാൻ പാടില്ല എന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ചേർത്ത് പറയുന്ന 2 രാഷ്ട്രങ്ങളും കൂടാണ്, ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് തുർക്കിയും. കാരണം ഇറാനെതിരെയുള്ള അറ്റാക്കിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ എപ്പോഴൊക്കെ നെതന്യാഹു സംസാരിക്കുന്നു അപ്പോഴൊക്കെ പാകിസ്ഥാനെയും ചേർത്ത് പറയുന്നത് നമുക്ക് കാണാം. അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഫലസ്തീനികൾക്കൊപ്പം നിൽക്കുന്ന തുർക്കിയെയും ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അതായത് പല ഇസ്രായേലി നേതാക്കന്മാരും മുന്നിൽ വരുന്നത് ന്യൂ ഇറാനാണ് തുർക്കി എന്ന രീതിയിലുള്ള പ്രസ്താവന വരുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഈ വിഷയം അവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഫലസ്തീൻ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇറാൻ എന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഫലസ്തീൻ സംസാരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള ഈ ആക്രമണം കടുപ്പിക്കാനും പ്രധാനപ്പെട്ട കാരണമാവുന്നത്. പ്രീഎംപ്റ്റീവ് വാർ എന്ന പേരിൽ ഒരു പ്രകോപനവുമില്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പോലും ഫലസ്തീൻ അനുകൂല നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ്.